ദിവസം മലപ്പുറത്ത് ഒരു കടുവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു വിഷ്വല് നിലവിൽ നമ്മുടെ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാർ മൊത്തം ഭീതിജനകമായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കടുവന് അത്രയും ഫോക്കസ് അടുത്തിൽ നിന്ന് വീഡിയോ എടുത്ത പോലെയുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന്റെ വാസ്തവം അത് ഇങ്ങനെയാണെന്നുള്ള കാര്യം പിന്നീടാണ് അറിഞ്ഞത്. കാരണം അതൊരു എഡിറ്റഡ് വേർഷനാണ്. അത് പ്രചരിപ്പിച്ച വ്യക്തി തന്നെ അത് സമ്മതിച്ചതാണ്. കാരണം ഇത് എപ്പോഴോ എടുത്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഇപ്പോൾ ഇട്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അതിന്റെ പത്രപ്രവർത്തകർ ആരോ എന്റെ സ്റ്റാറ്റസ് കണ്ടു, ഞാൻ പത്രത്തിൽ കൊടുത്തോട്ടെ പറഞ്ഞ പുള്ളി സമ്മതിച്ചു. അപ്പൊ അതിന്റെ ഒരു കുറ്റസമ്മതം നിങ്ങളൊന്ന് കാണും. വീഡിയോ കണ്ടല്ലോ അല്ലേ? സ്റ്റാറ്റസ് ഇട്ടാണോ നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്തത്? ആ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ? പലയിടത്തും നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? എന്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അത് നിങ്ങൾ ഇവിടെ കണ്ട പുലിയെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ, അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? അല്ലെ? നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല. നിങ്ങൾ ജനങ്ങളെ മനഃപൂർവ്വം പരിഭ്രാന്തി വരുത്താൻ വേണ്ടി വൃത്തികേടുകൾ ചെയ്യും. ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ? ജനങ്ങളെ ഞാനാണ് വിളിച്ച് കൊടുത്തല്ലേ സാർ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട്. ഇതാണ് സംഭവം, ഇതാണ് അവസ്ഥ. നാട്ടുകാരനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടുന്ന് ആൾക്കാരെ മൊത്തം പരിഭ്രാന്തിയാക്കിയിട്ട് എന്തിനാണ് ഈ വെറുതെ ഈ പറഞ്ഞ പോലെ പറയുന്നത്? ഇപ്പൊ ഈ ഒരു യുവാവിനെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ എടുത്ത് പറഞ്ഞല്ലോ ഇത് തെറ്റാണ്, ഇത് ഇങ്ങനെയല്ല, ഇത് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ ഈ പറഞ്ഞ ന്യൂസ് ചാനലുകാർ എത്ര ഫേക്ക് ന്യൂസുകൾ കൊടുത്ത് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിച്ചാൽ നല്ലത്.